ഹായ് ഹലോ ഗ്രീൻ ട്യൂബേളിൻ്റെ പുതിയൊരു വിളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ താറാവുകളിൽ ഏതോ 2 താറാവ് മുട്ടയിട്ടിട്ടുണ്ട്. 2 താറാവാണെന്ന് അറിയില്ല, 1 താറാവാണെന്ന് അറിയില്ല. എന്തായാലും മുട്ടയിട്ടിട്ടുണ്ട്. അത് താറാമുട്ട തന്നെയാണ്. വേറെ അതിൽ മുട്ടയുള്ള സൈസിലുള്ള ഒരു കോഴിയോ ഒന്നുമില്ല നമ്മുടെ കൂട്ടിൽ. അപ്പോൾ അത് താറാവിൻ്റെ മുട്ടയാവാൻ ചാൻസ് ഒത്തിരി വലിയ മുട്ടയാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരാഴ്ചയായി നമ്മളിപ്പോൾ വാത്തനും താറാവുകളൊക്കെ വെള്ളത്തിൽ ഇറക്കിയിട്ട് പുറത്തേക്ക് അയച്ചിടാറുണ്ടായില്ല. നമ്മളിവിടെ ഇല്ലാത്ത കാരണം നമ്മൾ പുറത്ത് അയച്ചിടാറുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇന്ന് താറാവുകളെല്ലാവരും അയച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മുട്ട കണ്ടത്. മുട്ട ആകെ ചെളി പിടിച്ച് കിടക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിലിടണമായിരിക്കും. നമ്മൾ പൊതുവെ താറാവിനെ അയച്ചിടുമ്പോൾ നമ്മൾ അടിവശം നോക്കാറുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മുട്ടയിടുന്നത് ഒരു താറാവുള്ളൂ. പിന്നെ ഏത് താറാവ് മുട്ടയിടണമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇന്നൊരു 2 മുട്ട കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു താറാവ് മാത്രം മുട്ടയിടുന്നത്. പിന്നെ നമ്മൾ താറാവിനെ അയച്ചിടുമ്പോൾ നമ്മൾ അതിൽ കൂട്ടിലേക്ക് നമ്മൾ തീറ്റ കൊടുക്കാൻ നേരത്തൊക്കെ നമ്മൾ നെറ്റ് നോക്കാറുള്ളതാണ് മുട്ട ഉണ്ടോയെന്ന് നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് നോക്കാറുള്ളതാണ്. പക്ഷേ ഇതാദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടത്. അത് കാരണം നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്ന വിചാരിച്ചത്. അപ്പോൾ താറാവിനെ ഫുള്ള് നമ്മൾ ആക്കി കഴിഞ്ഞപ്പോഴാണ് മുട്ട കണ്ടത്. പിന്നെ ഈ താറാവിന് നമ്മൾ തീറ്റ കൊടുക്കാമെന്ന് വെച്ചാൽ ഇന്നലെയാണ് നമ്മൾ തീറ്റ മാറ്റിയത്. ഇന്നലെ നമ്മൾ വിശപ്പിനുള്ള തീറ്റയാണ് 24 രൂപയുടെ തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 24 രൂപയാണ് വിശപ്പിനുള്ള തീറ്റ. പിന്നെ അതല്ലാണ്ട് തന്നെ അതിൻ്റെ കൂടെ തവിടും അരിത്തവിട് പിന്നെ ചോളത്തവിട് അങ്ങനെ ഒരു 3 തരം തവിട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ അതിനിടെ കൂടെ നമ്മൾ ചോളം നുറുക്ക് 1 കിലോ വാങ്ങിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ മുട്ട കിട്ടില്ല. പക്ഷെ ഇതെങ്ങനെ മുട്ട കിട്ടിയെന്ന് അറിയില്ല. നമ്മൾ മുന്നേ കൊടുക്കുന്നത് നമ്മൾ ഗ്രോവറും പിന്നെ തവിടും മിക്സ് ചെയ്തിട്ട് കൊടുക്കാറ്. ഗ്രോവർ കൊടുക്കുമ്പോൾ മുട്ടകളൊന്നും തന്നെ അറിയില്ല നമുക്ക്. അതിനെക്കുറിച്ച് ഒരു വസ്തു അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തീറ്റ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇതാണ് നമ്മുടെ താറാമുട്ട. അതൊന്ന് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതാണ് ഇത്ര വൃത്തിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കാൻ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ താറാവിനെ അയച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ വീഡിയോ കൂടി കാണിക്കാം. ഇനിയിപ്പോൾ നാളെ തുടങ്ങി മുട്ടയിടാൻ നോക്കണം. പിന്നെ നമുക്ക് ഗോതമ്പ് കൂടി വാങ്ങിക്കണം. ഗോതമ്പ് കൂടുതൽ പുറത്ത് കഴിഞ്ഞാൽ മുട്ടയിടുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വാങ്ങിയ താറാവ് വാങ്ങിയത് എന്ന് പറയുന്നത് ഒരു 4 മാസമായ താറാവിന് നമ്മൾ വാങ്ങിയത്. ഇനി ഒരു 2 മാസം കൂടിയും കഴിഞ്ഞ മുട്ടയിടുന്ന ആ തമിഴന്മാർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 മാസം ആയിട്ടുണ്ട്. താറാവ് 2 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 6 മാസമാണ് വേണ്ടത് താറാവിന് മുട്ടയിടാനായിട്ട്. അപ്പോൾ ഇനി ബാക്കി താറാവുകളും കൂടി മുട്ടയിടുമെന്നൊക്കെ നോക്കണം. ഇനി വാത്തനെ ഓടിക്കുമ്പോൾ കൊത്താനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുട്ട ഇനി കുറച്ചും കൂടി ഇടുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കും. നമ്മൾ ഉണ്ടാക്കിയ ഇൻക്യുബേറ്റർ ഉണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്നും കൂടിയും സെറ്റ് ചെയ്തെടുക്കണതാണ്. വീഡിയോ ഇടണം. പിന്നെ അതല്ലാണ്ട് നമ്മൾ താറാമുട്ട വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇല്ലാത്ത കാരണം ഒരാഴ്ച മാറി നിന്ന കാരണം കൊണ്ട് ഇങ്ങനെ മുട്ട അതായത് മാനുവലാണ്. നമ്മൾ കൈ കൊണ്ട് തിരിക്കണം മുട്ട ചൂട് കിട്ടണമെങ്കിൽ. അപ്പം നമ്മളില്ലാത്ത കാരണം കൊണ്ട് 2-3 മുട്ട കെട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വിരിയോന്ന് അറിയില്ല. പിന്നെ ഒരു 5 കാടമുട്ടയും വെച്ചിട്ടുണ്ട്. അതങ്ങനെ വിരിയാമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ 2 നേരം നമ്മൾ തിരിച്ച് ചൂട് 2 വശത്തേക്കും കെട്ടിക്കൊണ്ടിരിക്കണം. നമുക്കത് അങ്ങനത്തെ ഒരു അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ അതിനിടെ കൂടെ കറണ്ട് പോയി. നമ്മൾ ഇവിടെ ഇല്ലാത്ത നേരത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോൾ പിന്നെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് കിടക്കായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. ഇപ്പം മുട്ടകളിൽ കുഞ്ഞ് ചത്തുപോയെന്ന് അറിയില്ല. എന്തായാലും ഇവരെ മുട്ട കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഞങ്ങൾ വെക്കുന്നതായിരിക്കും. ഞങ്ങൾക്കൊരു ഡേറ്റ് നമ്മൾ താറാമുട്ട വെക്കുന്നതിന് മുന്നേ നമ്മൾ ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിന് പിരിഞ്ഞില്ലെങ്കിൽ എല്ലാ മുട്ട നമ്മളെടുത്ത് കളയുന്നതായിരിക്കും. ഇവരെ മുട്ട ഇടുകയാണെങ്കിൽ നമുക്കൊരു 2 ദിവസത്തെ മുട്ട നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കന്നിമുട്ട പോലത്തെ ആയിരിക്കും. അത് വിരിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള മുട്ടയായിരിക്കും നമുക്ക് വെക്കുന്നത്. ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിൽ പിലോപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 5 പിലോപ്പിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഗിഫ്റ്റ് പിലോപ്പിയാണ്. 10 രൂപയാണ് ഒരു പീസിന് വരുന്നത്. അങ്ങനെ 5 എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു വലിയ പിലോപ്പി കിടക്കുന്നുണ്ട്, നാടൻ പിലോപ്പി കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ തീറ്റ എടുക്കണില്ല. തീറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ 5 എണ്ണത്തിന് വാങ്ങി ഇവൻ്റെ കൂടെ ഇട്ടത്. പക്ഷേ എന്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ 2 മീനുള്ളൂ. 2 മീൻ വെച്ചാൽ ഒരെണ്ണമുള്ള അതിൽ. അത് ഒരു വലുതും പിന്നെ അതിലുണ്ടായ ഒരു ചെറുതും. അത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്.
അതെന്താ കാരണം വെച്ചാൽ ബാക്കി 4 എണ്ണത്തിനെ ഇവൻ കൊന്നിട്ടുണ്ട്. ഇവൻ കൊന്നതാണോ എന്നറിയില്ല. എന്തായാലും 4 എണ്ണം അവൻ്റെ കൂടെ കിടന്നിട്ട് ചത്തിട്ടുണ്ട്. അതായത് ഇവൻ്റെ കൂടെ ബാക്കിയുള്ള മീനുകൾ കിടക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇവൻ്റെ സൈസിലുള്ള മീനുകൾ കിടക്കുമ്പോൾ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചൂണ്ടാൻ പോയിട്ട് ഇത് നമ്മൾ ചൂണ്ടിയത് ആനന്ദപുരത്ത് നിന്നാണ് ചൂണ്ടി കിട്ടിയത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ബ്രാലിന് കിട്ടിയിട്ടുണ്ടായി. കുറച്ച് ബ്രാലും കൂട്ടില്ല, വേറെ സ്പോട്ടിൽ നിന്ന് കിട്ടിയത്. ഇവൻ്റെ സൈസിലുള്ളൊരു 6 ബ്രാലിന് കിട്ടിയിട്ടുണ്ടായി. പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു കുളത്തിൽ പോയിട്ട് കടും ബ്രാലിനും കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരുമിച്ച് നമ്മൾ ഇവൻ്റെ കൂടെ ഇട്ടതാണ്. ഇവൻ്റെ കൂടെ ഇട്ടപ്പോൾ ഇവന് അങ്ങനത്തെ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവൻ്റെ ബാച്ചിലുള്ള, അതായത് ഇവൻ്റെ ഗണത്തിൽപ്പെട്ട ആൾക്കാരെ ഇവൻ്റെ കൂടെ ഇടുമ്പോൾ ഇവനെന്താണോ പറ്റണത് അറിയില്ല. അപ്പോൾ ഇവൻ്റെ കൂടെ ഇട്ടപ്പോൾ അതൊക്കെ ചത്ത് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവൻ റെഡ് പിലോപ്പിയുടെ പുറകെ ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാണ് ഞാൻ മാറ്റിടാന്ന് വിചാരിച്ചത്. പക്ഷേ ഇവൻ്റെ കൂട്ടത്തിലുള്ളവരെ ഇവൻ്റെ കൂടെ ഇടുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവൻ അതിനെ ഓടിച്ചിട്ട് കൊന്നിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയിട്ടില്ല നമ്മൾ കാണുന്നത്. ഇതിനെ സ്മെല്ലടിച്ചിട്ടാണ് നമ്മൾ, അതായത് ചത്ത മീൻ്റെ സ്മെല്ലുണ്ടല്ലോ, അത് അടിക്കുമ്പോഴാണ് നമുക്ക് ചത്തെന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ട് എടുത്ത് കളയുന്നത്. സ്മെല്ലടിച്ചപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ചത്ത എടുക്കണം. പിന്നെ അതുപോലെ തീറ്റ ഉറങ്ങാൻ നമ്മൾ തുറന്ന് നോക്കുന്നത്, അല്ലാണ്ട് നമ്മൾ തുറന്ന് നോക്കാറില്ല. ഇവൻ എത്ര നാൾ വേണമെങ്കിലും തീറ്റ കിട്ടാണ്ട് നിന്നോളും. ഇവൻ എത്ര നാൾ വേണമെങ്കിലും തീറ്റ കിട്ടണം നിന്നോളും. പക്ഷെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഇവൻ വലുതാവണില്ല. അപ്പം വലുതാൻ വേണ്ടി നമ്മൾ വേറെ പിലോപ്പിനെ അവൻ്റെ കൂടിയിട്ട് കൊടുത്തു. പക്ഷെ അതിനൊക്കെ ഇവൻ കൊന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊന്ന ചത്തതിനൊന്നും നമ്മൾ ഇതിലിട്ടിട്ടില്ല. അതായത് ചത്ത മീനൊന്നും നമ്മൾ വീഡിയോസിൽ ഇട്ടിട്ടില്ല. അതായത് ചത്തുപോയത് പോയി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കത് വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് കാണിച്ചു തരാമെന്നുള്ളൂ, ഉള്ളത് നമുക്ക് കാണിച്ചു തരാമെന്നുള്ളൂ ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഈ വോയിസ് വിടുമ്പോൾ ഇവൻ്റെ അടുത്ത് നിന്നിട്ടാണ് നമ്മൾ വോയിസ് വിടുന്നത്. ഇപ്പോഴും അവൻ അതിൻ്റെ പുറകെ ഓടിക്കുന്നുണ്ട്. പക്ഷേ അവൻ ഒറ്റയ്ക്കുള്ള കാരണം ഇവന് കിട്ടുന്നില്ല. അതാണ് ഇപ്പോൾ അവൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ എഡിറ്റിങ് കഴിഞ്ഞ് നമ്മളത് എല്ലാവരും അടച്ചിട്ടിട്ട് നമ്മൾ മാറി നിന്നപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്നത് അത് അറ്റാക്ക് ചെയ്യുന്നത് കണ്ട പുറകെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ പിലോപ്പി വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അതായത് മീനുകളൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ, സെയിം പ്രായക്കാരുണ്ടെങ്കിൽ മാത്രം, അതായത് ഒരേ വലിപ്പത്തിലുള്ളവരെ മാത്രം ഇട്ട് മീനെ വളർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്ത് കൊല്ലും. മിക്ക ആൾക്കാരും അനുഭവം ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അനുഭവം ഉള്ളവരൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഈ മീൻ ചത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവനെ ഒറ്റയ്ക്ക് ഇടാനേ പറ്റുള്ളൂ. വേറെ ഒരു മീൻ ഇവൻ്റെ കൂടെ ഇടാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ വീഡിയോകളിൽ ഇനി ഇവ ഒറ്റയ്ക്കായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ചൂണ്ടിട്ട് കിട്ടിയ പിലോപ്പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ അന്ന് തന്നെ നല്ല റെഡ് കളറായിരുന്നു. റെഡ് ചെമ്പല്ലിയുടെ പോലെയായിരുന്നു ഇവൻ കിടക്കേണ്ടത്. ഇപ്പം കളറൊക്കെ മാറി, നല്ല വെള്ളത്തിൽ വന്നപ്പോൾ അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. അത്രയ്ക്കും ചുവപ്പ് നിറമായിരുന്നു ഇവന്. ആ വെള്ളത്തിൻ്റെ കുഴപ്പമായിരിക്കും അത്ര നല്ല കളറ്. അപ്പം ഇവന് നല്ല കളറുണ്ടായിരുന്നു. ഇപ്പം കളറ് പോയി. പിന്നെ അതുപോലെ തന്നെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. തീറ്റ എടുക്കാത്തതുകൊണ്ട് വലിപ്പം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല. നമ്മൾ പിന്നെ ലോങ് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ മൂകാംബിക്ക് പോയ വീഡിയോ ഇതിന് പുറകെ വരുന്നതായിരിക്കും. അതിന് കുറച്ച് സമയമുണ്ട്. അത് നമ്മൾ വീഡിയോ എടുത്തതൊക്കെ എഡിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളൊക്കെ ഉള്ള ഞങ്ങളെ സഹായിക്കാനായിട്ട്.